ബബിലൂട്ടിയുടെ നൂലുകെട്ടിനും ഞങ്ങളിട്ട ഈ മാച്ചിങ് ഡ്രസ്സിന് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടി. വന്നവരാണെങ്കിലും വീഡിയോ കണ്ടവരാണെങ്കിലും ഒക്കെ ചോദിച്ചു, എങ്ങനെ ഒപ്പിച്ചു ഈ മാച്ചിങ് ഡ്രസ്സ്, അതും നല്ല സൂപ്പർ കളറാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെയുള്ള ഒരേ ഒരു ഉത്തരം, ഇത് കളർ ചെയ്തത് ഞാനാണ്. അതെ, ഞാൻ തന്നെയാണ്. ഇത് ഈ ഒരു ബ്രാൻഡിൻ്റെ കളറാണ് ഞാൻ യൂസ് ചെയ്തത്. അതിലൊരു പാരറ്റ് ഗ്രീൻ കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പം ഒത്തിരി 3-4 പാക്കറ്റ് ഉണ്ട്, 3-4 അതിൽ കൂടുതൽ പാക്കറ്റ്സ് ഉണ്ട്. കളർ ഫിക്സറും പിന്നെ ആ ഇട്ടേക്കുന്ന ഒരു ഗ്ലൗസും ഏപ്രിനൊക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഫസ്റ്റ് ചെയ്തത് ഒരു ഇഡ്ഡലി പാത്രമാണ്. ഒരു മൗത്ത് ഓപ്പൺ ആയിട്ടുള്ളൊരു പാത്രമായിരുന്നു നമുക്ക് വേണ്ടത്. അപ്പോൾ ഇഡ്ഡലി പാത്രം എടുത്ത് അതിൽ കുറച്ച് കല്ലുപ്പ് വേണമായിരുന്നു. കല്ലുപ്പിട്ട് ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കളർ ഇട്ട് കൊടുക്കാം. ഒരുപാട് ബോയിലാവണ്ട, കളർ കിടന്ന് ഒരുപാട് ബോയിലാവണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടവും സ്പ്രെഡ് ആവണം കളർ. ആ ഒരു ആവി പറക്കുന്ന സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കളർ ചെയ്യാനുള്ള ക്ലോത്ത് നമുക്ക് ഡിപ്പ് ചെയ്യാം. അപ്പോൾ എനിക്കൊരു ഓംബ്രെ ഷെയ്ഡ് വേണ്ടതുകൊണ്ട് ഞാൻ ആദ്യമേ ജസ്റ്റ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ഹസ്ബൻഡാണ് കളർ ചെയ്യുന്നത്, ഞാൻ ആ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം ആദ്യമേ നമ്മൾ കളർ വേണ്ട ഭാഗം ഫുൾ ഡിപ്പ് ചെയ്ത് പിന്നെ അടുത്തൊരു സെക്ഷൻ ഞാൻ മുക്കാൻ വെച്ചിട്ട് അപ്പോഴത്തേക്കും അതൊരു ഓംബ്രെ ഷെയ്ഡിൽ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് വരുന്ന ആ ഒരു വിധത്തിലാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു 3 അതായത് 5 മിനിറ്റ്സ് വെച്ച് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമുക്കൊരു കളർ ഫിക്സർ വരും അതിൻ്റെ കൂടെ. അത് നമ്മളൊരു വെള്ളത്തിൽ നോർമൽ ടാപ്പ് വാട്ടറിൽ അത് ഒരു 2 പാക്കറ്റ് ഒഴിച്ച് ഈ കളർ ചെയ്ത സംഭവം നേരെ പോയി അതിൽ നമ്മൾ വാഷ് ചെയ്യണം. ഞാൻ കളർ ചെയ്ത പാർട്ട് മാത്രമേ ഞാൻ വാഷ് ചെയ്തുള്ളൂ. അപ്പം എനിക്കൊരു പേടിയായിരുന്നു ഇനി ഫുൾ സ്പ്രെഡ് ആകുമെന്നൊക്കെ. പക്ഷേ ഇല്ല, ആ ഒരു തുള്ളി ഒരു കളറൊന്ന് പോയി. അതിനുശേഷം പിന്നെ കളർ പോയിട്ടില്ല. ഇനി അത് നോർമൽ വാട്ടർ കളർ ചെയ്തെടുക്കാം. ഈ സെയിം മെത്തേഡിലാണ് ഞാൻ ആഷിൻ്റെ ഷർട്ടും എൻ്റെ സാരിയും ഒക്കെ കളർ ചെയ്തത്. ഇനി നിങ്ങൾക്കും പഴയ വൈറ്റ് ഷർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ.